ഫലസ്തീനികൾ ഒരു മരണചക്രത്തിലാണ്. ഉപരോധിക്കപ്പെട്ട ഗസ മുനമ്പിൽ വർദ്ധിച്ചു വരുന്ന ഭീകരമായ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിശദീകരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലിന്റെ പുതിയ ബോംബാക്രമണങ്ങളും അടിയന്തര സഹായങ്ങൾക്കുള്ള നിരോധനവും കാരണം സാധാരണക്കാർ അനന്തമായ ഒരു ഡെത്ത് ലൂപ്പിലാണ് കഴിയുന്നത്. ഗസയിലെ സഹായ വിതരണങ്ങൾ നിയന്ത്രിക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശത്തെ ഗുട്ടറസ് പൂർണ്ണമായും തള്ളി. ഇനിയുള്ള നിയന്ത്രണങ്ങൾ മനുഷ്യർക്ക് ലഭിക്കുന്ന അവസാനത്തെ മാവിന്റെ തരിയുടെ മേലായിരിക്കും. മാനവിക സ്വാതന്ത്ര്യം, നിഷ്പക്ഷത എന്നീ മാനുഷിക തത്വങ്ങളെ പൂർണ്ണമായി മാനിക്കാത്ത ഒരു ക്രമീകരണത്തിലും ഞങ്ങൾ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 2 മുതൽ 2.3 ദശലക്ഷം ആളുകളുള്ള ഗസ മുനമ്പിലേക്ക് ഒരു സഹായവും എത്തിച്ചിട്ടില്ല. ഇസ്രായേൽ അതിർത്തി കടന്നുള്ള വഴികൾ അടച്ചുപൂട്ടുന്നത് തുടരുകയാണ്. ഭക്ഷണവും ഇന്ധനവും മുതൽ മെഡിക്കൽ സാധനങ്ങൾ വരെ എല്ലാം ഇസ്രായേൽ തടഞ്ഞു. ഗസയിലേക്ക് ഒരു തുള്ളി സഹായം എത്തിയിട്ട് ഒരു മാസത്തിലേറെയായി. സഹായം പറ്റിയതോടെ ഭീതിയുടെ കവാടങ്ങൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. ഗസ ഒരു കൊലപാതക കളമാണ്. സാധാരണക്കാർ അനന്തമായ മരണക്കുഴിയിലാണെന്നും ഗുട്ടറസ് പറയുന്നു. അധിനിവേശ ഫലസ്തീനിലെ സിവിലിയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇസ്രയേലി സൈനിക വിഭാഗമായ കൊഗാട്ട് കഴിഞ്ഞയാഴ്ച UN ഏജൻസികളുമായും അന്താരാഷ്ട്ര സഹായ ഗ്രൂപ്പുകളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹമാസ് സാധാരണക്കാരിൽ നിന്ന് സഹായം വഴിതിരിച്ചു വിടുകയാണെന്നായിരുന്നു ഇസ്രായേൽ സൈനിക വിഭാഗത്തിന്റെ ആരോപണം. തുടർന്ന് ഗസയ്ക്കായി ഒരു ഘടനാപരമായ നിരീക്ഷണ സഹായ പ്രവേശന സംവിധാനം ഉണ്ടാക്കണമെന്ന് UN ഏജൻസികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഹമാസ് സഹായം വഴിതിരിച്ചു വിട്ടതിന് തെളിവുകളൊന്നുമില്ലെന്ന് മുതിർന്ന UN സഹായ ഉദ്യോഗസ്ഥനായ ജോനാഥൻ വിറ്റാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മാസത്തെ ദുർബലമായ വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ മാസമാണ് ഗസയിൽ ബോംബാക്രമണം പുനരാരംഭിച്ചത്. സൈന്യത്തെ ഗസ മുനമ്പിലേക്ക് തിരികെ അയക്കുകയും തെക്ക് ഭാഗത്തുള്ള റഫയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രോസിംഗ് പോയിന്റുകളിൽ ഭക്ഷണം, മരുന്ന്, ഷെൽട്ടർ സാമഗ്രികൾ എന്നിവ കുന്നുകൂടി കിടക്കുകയാണെന്ന് ഗുട്ടറസ് ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശക്തമായ രോഷവും പ്രതിഷേധവും വ്യക്തമായിരുന്നു. ഇതാദ്യമായാണ് അന്റോണിയോ ഗുട്ടറസ് ഇത്തരമൊരു ഭാഷയിൽ പ്രതികരിക്കുന്നതെന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. സ്ഥിതിഗതികൾ എത്രത്തോളം വഷളായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിനിടെ അദ്ദേഹം പ്രകോപിതനാവുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന രീതികളെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചു. സ്ഥിരമായ വെടിനിർത്തൽ, ഗസയിൽ പൂർണ്ണമായ മാനുഷിക സഹായം, തടവിലാക്കപ്പെട്ട ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കൽ എന്നിവയ്ക്കായി വീണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗുട്ടറസ് തന്റെ പ്രസ്താവനകൾ അവസാനിപ്പിച്ചത്. അന്താരാഷ്ട്ര മാനുഷിക നിയമവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവും ഉൾപ്പെടെ ഇസ്രായേലിന് വ്യക്തമായ ബാധ്യതകളുണ്ട്. ദുരിതാശ്വാസ പരിപാടികൾ സുഗമമാക്കുകയും ഗസയിൽ ഭക്ഷണം, വൈദ്യപരിചരണം, ശുചിത്വം, പൊതുജനാരോഗ്യ നിലവാരം എന്നിവ ഉറപ്പാക്കുകയും വേണം. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്നും ഗുട്ടറസ് പറയുന്നു. അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗസയിലേക്കുള്ള സഹായത്തിനുള്ള ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായ ഈജിപ്തിലെ എൽ അരീഷ് സന്ദർശിച്ച് സഹായ വിതരണത്തിനുള്ള ഉപരോധം നീക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഗസ മുനമ്പിൽ നിന്ന് 50 കിലോമീറ്റർ പടിഞ്ഞാറുള്ള തുറമുഖ നഗരത്തിലെ ഒരു ആശുപത്രിയും മാക്രോൺ സന്ദർശിച്ചു. മെഡിക്കൽ പ്രൊഫഷണലുകളെയും ഗസയിൽ നിന്ന് ഒഴിപ്പിച്ച രോഗികളെയും പരിക്കേറ്റവരെയും അദ്ദേഹം സന്ദർശിച്ചു. രോഗികൾക്ക് നൽകാൻ പൂച്ചെണ്ടുകളുമായാണ് അദ്ദേഹം നിരവധി വാർഡുകളും കുട്ടികൾക്കുള്ള കളിസ്ഥലവും സന്ദർശിച്ചത്. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ക്രോസിംഗ് പോയിന്റുകൾ വീണ്ടും തുറക്കുന്നതിന് ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസ് അറിയിച്ചു. 2023 ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 1200 ഫലസ്തീനുകളാണ് ആശുപത്രിയിൽ എത്തിയത്. ചില ദിവസങ്ങളിൽ 100 രോഗികൾ എത്തും. പലരും അംഗച്ഛേദം സംഭവിച്ചവരാണ്. ബാക്കിയുള്ളവർ കണ്ണിനോ തലച്ചോറിനോ പരിക്കേറ്റവരുമാണ്. കെയ്റോയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇമ്മാനുവൽ മാക്രോൺ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി, ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ഉടൻ വെടിനിർത്തലിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. യുദ്ധത്തെക്കുറിച്ചും ഫലസ്തീനുകളുടെ ദുരിതം ലഘൂകരിക്കുന്നതിനുള്ള മാനുഷിക ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച 3 നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്.